നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടി, നമ്മൾ തമ്മിലുള്ള കരാർ തെറ്റിക്കാൻ നോക്കുന്നത് നീയാ. എന്ത് കരാറ്? എനിക്കിനി ഒരു കരാറിന്റെ കാര്യവും കേൾക്കണ്ട. എന്നെ വേദനിപ്പിച്ച തിരിച്ച് അതുപോലെ വേദനിപ്പിക്കാൻ എനിക്കും അറിയാം. അത് നിങ്ങളെ മാത്രല്ല, ഈ കുടുംബത്തെ മുഴുവൻ. പ്രിയങ്കയെ സങ്കടപ്പെടുത്തരുതെന്ന് രാധിക കൂടെ കൂടെ പറയാറുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ രാധികയ്ക്ക് സഹിക്കില്ല. തനിക്കെന്താ വേണ്ടേ? ഒരിക്കൽ പറഞ്ഞുറപ്പിച്ച ഡീലും അതിന്റെ കരാറും ഒക്കെ ഞാൻ അങ്ങ് മറക്കാം. എന്റെ ജീവിതത്തിൽ നിന്ന് മാന്യമായിട്ട് ഒഴിഞ്ഞു പോവാൻ, ഞാനുമായിട്ടുള്ള ഡിവോഴ്സിനെ സമ്മതിക്കാൻ എന്താ തനിക്ക് വേണ്ടത്? കണിമംഗലത്തിന്റെ സമ്പത്തിനെ അല്ലാതെ താൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ ഉൾക്കൊള്ളാൻ തനിക്കൊട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് മാന്യമായിട്ട് പിരിയാം, പ്ലീസ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമയിലെ നായികയാവാന്നുള്ളതാ. വരുൺ എനിക്ക് തന്ന പണം മുഴുവനും ഞാൻ അതിനു വേണ്ടി മുടക്കി. പക്ഷെ എന്റെ കൂടെ നിന്നവർ എന്നെ ചതിച്ചു. എന്റെ ആഗ്രഹം നടക്കണം. എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നടിയാവണം. അത് നടത്തി തരാമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോവാം, മാന്യമായിട്ട്. ഒരിക്കലേ ഞാൻ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ നീ അത് തെറ്റിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഒരു ഉറപ്പെനിക്ക് തരാൻ പറ്റുമോ? ഉണ്ടാവില്ല, വാക്ക്. ശരി, അതിനുള്ള മാർഗം ഞാൻ നോക്കാം. പക്ഷെ താൻ അഭിനയിക്കണമെങ്കിൽ അച്ഛന്റെ സമ്മതം കൂടി കിട്ടണ്ടേ? അത് ഞാൻ വാങ്ങിച്ചെടുത്തോളാം. ഞാൻ അഭിനയിക്കുന്നതിന് വരുണിന് എതിർപ്പില്ലാന്ന് മാത്രം പറഞ്ഞാൽ മതി. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. എങ്ങനെയാ? എന്തായാലും കൂട്ടത്തിൽ നിന്ന് തന്നെ പറ്റിച്ച കുറെ ആളുകളുണ്ടല്ലോ, അതുപോലെയല്ല. ഞാനിത് ഏറ്റെടുത്താലേ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സംവിധായകൻ ചെയ്യുന്ന ചിത്രത്തിൽ തന്നെ താൻ അഭിനയിക്കും. ബിക്കോസ് ഞാൻ പരിശ്രമിക്കുന്നത് തന്റെ ജീവിതത്തിന് വേണ്ടിയല്ല, എന്റെ ജീവിതത്തിന് വേണ്ടിയാണ്. അവിടെ ഞാൻ സിൻസിയർ ആയിരിക്കും. ശരി, താൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കും. സിനിമയിൽ നായികയാവനും നമ്മൾ തമ്മിൽ പിരിയാനും. എന്നെ ഒഴിവാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടും എന്നെ നിങ്ങളൊരു നായികയാക്കുമെന്ന് എനിക്കറിയാം. ആദ്യം അത് നടക്കട്ടെ. എന്നാലും ഞാൻ ഈ കണിമംഗലത്ത് തന്നെ ഉണ്ടാവും. കണിമംഗലത്തിന്റെ അവകാശിയായി തന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.